Hi all, my name is Angelet and welcome to Study Table. Today we are going to see the first chapter of English, that is the mysterious picture. Okay, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ആദ്യത്തെ പാഠം ദ മിസ്റ്റീരിയസ് പിക്ചർ ആണ്. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിഗൂഢത. ഓക്കെ, മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, നിഗൂഢ ചിത്രം അല്ലേ? എന്തോ നിഗൂഢമായൊരു ചിത്രത്തെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ യൂണിറ്റ് നമുക്ക് ആർട്ടിനെ കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു യൂണിറ്റാണിത്. ഓക്കെ, അതായത് കലയുടെ മഹത്വത്തെ കാണിക്കുന്ന, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റാണ് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഈ സ്റ്റോറി അതുപോലെ കലയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഓക്കെ, നോക്കി, ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഫ്രം ദ ലെജൻഡ് ഓഫ് ദ ഗ്ലോറിയസ് അഡ്വഞ്ചർ ഓഫ് ടൈൽ അലൻ സ്പീജിൽ. ഇറ്റ് നരേറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഫ്രം ദ ലൈഫ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. അതായത് ഈ ഒരു സ്റ്റോറി ഒരു ബുക്കിൽ നിന്നുള്ളതാണ്, അതിലെ ഒരു എപ്പിസോഡാണ് നമുക്കിത് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ജീവിതത്തിലുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ടൈൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാൻഡറിങ്സ് ഫ്രം കോർട്ട് ടു കോർട്ട് റോഡ് ടു ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. അതായത് രാജകൊട്ടാരത്തിൽ അലഞ്ഞു നടക്കുന്നതിനിടെ ടൈൽ എന്ന് പറയുന്ന ആരാണ്? ഒരാളുടെ പേരാട്ടോ. ടൈൽ എന്ത് ചെയ്തു? തൻ്റെ കഴുതപ്പുറത്ത് ആർച്ച് ഡ്യൂക്ക് ബാറ്റൻബർഗിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. ടൈൽ എവിടെ എത്തിയത്? കൊട്ടാരത്തിലെത്തി അല്ലേ? ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അയാളുടെ വേഷവിധാനം, അദ്ദേഹത്തിൻ്റെ ആകാരം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. അയാൾ മനോഹരമായിരുന്നു എന്ത് ധരിച്ചിരുന്നത്? യെസ്, ഹാറ്റ്, തൊപ്പി ധരിച്ചിരുന്നത്. ഓക്കെ, കഴുതപ്പുറത്ത് കടന്നു വരുമ്പോൾ തൊപ്പിയിലെ 3 തൂവലുകൾ കാറ്റത്ത് നൃത്തം വെച്ചു. ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ? തൂവൽ. ഓക്കെ, അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. ആ കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടത്തിൽ കാവൽക്കാരുടെ ക്യാപ്റ്റൻ അയാളോട് എന്ത് പറഞ്ഞു? ഹേ ദേർ, യു ഫെല്ലോ ഓൺ ദ ഡോങ്കി, വി ഡോണ്ട് അലൗ എനി ലോഫേഴ്സ് ഹിയർ. ക്യാപ്റ്റൻ അവിടെ പറയും, ഹേ അവിടെ നിൽക്കൂ, കഴുതപ്പുറത്തെ കൂട്ടുകാരാ, അലങ്ങി തിരിയുന്നവരെ ഇവിടെ പ്രവേശിക്കുവാൻ അനുവദിക്കയില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെലറ്റൻസ്. നിങ്ങളെയും കഴുതയും കണ്ടാൽ അസ്ഥിവഞ്ചനം പോലെ, അതായത് പട്ടിണി കോലങ്ങളെ പോലെ തോന്നുന്നല്ലോ. ഇങ്ങനെയുള്ളവരൊന്നും ഇവിടെ പ്രവേശനമില്ല. യെസ്, ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല. ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അലങ്ങി തിരിഞ്ഞ് ഒരു പണിയില്ലാതെ ഇങ്ങനെ നടക്കത്തില്ലേ? അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. അടുത്തതായി ആ ക്യാപ്റ്റനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആ ക്യാപ്റ്റൻ എങ്ങനെയായിരുന്നു കാണാൻ? ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നു. നല്ല ഉയരവും ഉറച്ച ശരീരവും ചുവന്ന മുടിയുമുള്ള ആളായിരുന്നു ആര്? ഈ ക്യാപ്റ്റൻ. ഓക്കെ, ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. അദ്ദേഹം നല്ല അടിപൊളിയായിട്ടുള്ളൊരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വർണ്ണ നൂലുള്ള യൂണിഫോം ഭംഗിയായി ധരിച്ചിരുന്നു അദ്ദേഹം. ടൈൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂൾലി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. ടൈൽ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സൗമ്യമായി നോക്കി, എന്നിട്ട് ശേഷം എന്ത് ചെയ്തു? കഴുതപ്പുറത്ത് നിന്നും ഇറങ്ങിയേക്കി. ഹി ബൗഡ് ലോ ആൻഡ് സെഡ്, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? യെസ്, ടൈൽ പറയാ, അദ്ദേഹത്തിന് മുമ്പിൽ വണങ്ങി. ഓക്കെ, വണങ്ങിയിട്ട് ശേഷം പറയാ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ടോ, ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലറ്റൻ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഞാനൊരു അസ്ഥിപഞ്ജരം പോലെ കാണപ്പെടുന്നുവെങ്കിൽ അതെൻ്റെ കുറ്റമല്ല, എൻ്റെ ഫോൾട്ടല്ല. ഐ എം വെരി ഹംഗ്രി. കാരണം എന്താ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ എം ഫോഴ്സ്ഡ് ടു. ഞാനിവിടെ വന്നത് യെസ് വരാൻ നിർബന്ധിതനാവുകയായിരുന്നു. If you will be good as to give me a piece of the gold cord that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. അതായത് എന്താ ഇവിടെ പറയുന്നത്? ടൈല് പറയുക, ക്യാപ്റ്റനെ നോക്കിയിട്ട് എന്താ പറയുന്നത്? താങ്കളുടെ കുപ്പായത്തിലെ സ്വർണ്ണ നൂലിൻ്റെ ഒരു കഷ്ണം തരുവാൻ നല്ല മനസ്സുണ്ടായാൽ എനിക്ക് ആ കശാപ്പ് കടയിൽ, ഇറച്ചിക്കട, ബച്ചേഴ്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കടയുണ്ടല്ലോ, അവിടെ ചെന്ന് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആടിൻ്റെ കാലിൽ, മട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ? യെസ്, ആടിൻ്റെ കാലിൽ കടിച്ചു തൂങ്ങാമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഹാങ് മൈസെൽഫ് ബൈ ദ ടീത്ത്, അതായത്
കടിച്ചു തൂങ്ങുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കാമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ക്യാപ്റ്റൻ എന്തെടുക്കുമായിരുന്നു? വേറൊരു ഓഫീസറുമായി അവിടെ ചെസ്സ് കളിക്കുകയായിരുന്നു. ഓക്കെ. ഹി ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ടൈൽ. അദ്ദേഹം തല ഉയർത്തി ടൈലിനെ കൗതുകത്തോടെ ക്യൂരിയസ്ലി നോക്കി. വെയർ ഡു യു കം ഫ്രം? ഹി ആസ്ക്ഡ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? യെസ്, ക്യാപ്റ്റൻ ചോദിച്ചു. ഫ്രം ഫ്ലെൻഡേഴ്സ്, റിപ്ലൈഡ് ടൈൽ. ഞാൻ എവിടെ നിന്ന് വരുന്നു പറഞ്ഞു? ഫ്ലോണ്ടേഴ്സിൽ നിന്നും എന്ന് ടൈല് മറുപടി പറഞ്ഞു. വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്ത് വേണം? ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ എം എ പെയിൻറ്റർ. അപ്പം നമ്മുടെ ടൈൽ എന്ത് പറയാം? എൻ്റെ ചിത്രങ്ങളിൽ ഒരെണ്ണം ആദരണീയനായ ആർച്ച് ഡ്യൂക്കിനെ കാണിക്കുവാനാണ് ഞാൻ വന്നത്. ഓക്കെ. അപ്പം നോക്കി ക്യാപ്റ്റൻ എന്താ പറഞ്ഞത്? ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദ പിക്ചേഴ്സ് വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ക്യാപ്റ്റൻ എന്തറിയായിരുന്നു? യെസ്, ഫ്ലോണ്ടേഴ്സ് ഉള്ള പെയിൻറ്റേഴ്സ്, അവിടുത്തെ ചിത്രകാരന്മാർക്ക് എന്തുണ്ട്? വളരെ ഫേമസ് ആണ്. ഓക്കെ. അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? യെസ്, അതുകൊണ്ട് എന്ത് പറ്റി? ടൈൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. അപ്പം ആര് അനുവാദം കൊടുത്തു? യെസ്, ആ ക്യാപ്റ്റൻ അനുവാദം കൊടുത്തു. കാരണം എന്താ? ഫ്ലെമിഷ് ചിത്രകാരന്മാർക്ക് അവരുടെ ചിത്രങ്ങൾക്ക് ധാരാളം ആവശ്യക്കാർ ഉണ്ടെന്ന ക്യാപ്റ്റന് അറിയാമായിരുന്നു. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. അപ്പം നമ്മുടെ ടൈൽ ഇപ്പോൾ എവിടെയുണ്ട്? ആർച്ച് ഡ്യൂക്കിനെ 3 തവണ സല്യൂട്ട് ചെയ്ത ശേഷം തല കുമ്പിട്ട് വണങ്ങി നിന്നു. ഓക്കെ. മേ യുവർ ഹൈനസ് പാർഡൻ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. എന്നിട്ട് ടൈൽ എന്ത് പറയാം രാജാവിനോട്? ടൈല് പറയാം, എൻ്റെ ഒരു ചിത്രം അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചു പോയത് അവിവേകമായെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ. ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് എ ലേഡി ദ വെർജിൻ ഇൻ ഹർ റോയൽ റോബ്സ്. ഞാനൊരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. രാജകീയ വേഷത്തിൽ ലേഡി വെർജിൻ നിൽക്കുന്ന ചിത്രമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഞാൻ വളരെ എങ്ങനെയാണ് ആ ചിത്രം വരച്ചിരുന്നത്? അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ പ്രത്യേകമായി വരച്ച ചിത്രം സമർപ്പിക്കുന്നു. പ്രത്യേകമായി എന്തോ നല്ല രീതിയിലാണ് അദ്ദേഹം ആ ചിത്രം വരച്ചിരുന്നത്. ടൈൽ പോസ്ഡ് എ ഫ്യൂ മിനിറ്റ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ്ക് ഇൻ. ദെൻ ഹി കണ്ടിന്യൂഡ്. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ടൈൽ എന്ത് ചെയ്ത്? 2-3 മിനിറ്റ്, കുറച്ച് മിനിറ്റ് മിണ്ടാതെ നിന്നു. എന്നിട്ട് വീണ്ടും ടൈൽ എന്ത് പറഞ്ഞു? യു മസ്റ്റ് ഫൊർഗീവ് മീ യുവർ ഹൈനസ് ഇഫ് ഐ ഹാവ് ഡെയർ ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. അതായത് വീണ്ടും ടൈൽ എന്നിട്ട് എന്ത് പറയുക? പോസ് ചെയ്തിട്ട് വീണ്ടും തുടങ്ങി. എന്താ പറഞ്ഞത്? പ്രഭു, ഈ ചിത്രം അങ്ങേ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയതിന് എന്നോട് പൊറുക്കണം. ഐ എം സോറി എന്ന് പറഞ്ഞു. എന്നിട്ടോ പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ഷെയർ ഓഫ് യുവർ കോട്ട്. എന്നിട്ട് നോക്കി ടൈൽ എന്താ പറയുന്നത്? ഒരുപക്ഷെ കൊട്ടാരത്തിലെ ചിത്രകാരൻ മരിച്ചുപോയ ഒഴിവിലേക്ക് എന്നെ നിയമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. പെയിൻറ്റർ ഹു ഡൈഡ് റീസെൻ്റ്ലി, അതായത് അടുത്തിടെ മരിച്ചുപോയ പെയിൻറ്റർ. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. എനിക്ക് കാണാം എന്ത്? ആളൊഴിഞ്ഞു കിടക്കുന്ന ആ പട്ട് കസേര ഞാൻ കാണുന്നുണ്ട്. The Virgin's picture was a splendid painting and the Archduke made up his mind at once. ആ വെർജിൻ്റെ ചിത്രം നല്ല ടൈലിൻ്റെ ഉദാത്തമായ സൃഷ്ടിയായിരുന്നു. ഓക്കെ. അത് കണ്ടപ്പോഴേ ആർച്ച് ഡ്യൂക്കിന് എന്ത് തോന്നി? മനസ്സ് നിറഞ്ഞ്. ഓക്കെ. ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. അദ്ദേഹം എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്ക് ടൈലിനെ ആശ്ലേഷിക്കുകയും ഇരു കവിളിലും ചുംബിക്കുകയും ചെയ്തു. ഹി സെഡ്, ഐ ഷാൽ ബി ഡിലൈറ്റഡ് ടു മേക്ക് യു മൈ കോർട്ട് പെയിൻറ്റർ. എന്നിട്ട് എന്ത് പറഞ്ഞു? ആർച്ച് ഡ്യൂക്ക് പറയുക, താങ്കളെ എൻ്റെ കൊട്ടാരത്തിലെ ചിത്രകാരനായി നിയമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹി ഡിറക്റ്റഡ് ഹിം ടു ദ ചെയർ ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്ക് ആണെങ്കിൽ ടൈലിനെ പട്ട് കസേരയിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. വെൽ മൈ ഡിയർ ഫെല്ലോ, ഹി സെഡ്, യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആൻഡ് യു സർട്ടൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്. എന്നിട്ട് എന്ത് പറഞ്ഞത് കണ്ടോ? എൻ്റെ പ്രിയ കൂട്ടുകാരാ, ആർച്ച് ഡ്യൂക്ക് പറയുക, നാവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ വളരെയധികം സംസാരിക്കുന്ന ആളാണല്ലോ. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെല്ലോ, ആറിൻറ്റ് യു? ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുന്ന ആൾ. ഓക്കെ. യുവർ ഹൈനസ്, മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി ജെഫ് ഫോർ ജസ്റ്റ് 1 more minute, ടൈൽ റിപ്ലൈഡ്.
അപ്പം നമ്മുടെ ടൈൽ വീണ്ടും എന്താ പറഞ്ഞത്? പ്രഭു, എന്നെയും എൻ്റെ കഴുത ജെഫിനെയും പറ്റി ഒരു നിമിഷം കൂടി സംസാരിച്ചാൽ അങ്ങേക്ക് അനിഷ്ടമാകുമോ? My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. കഴുതയെക്കുറിച്ച് എന്താ പറയുന്നത്? യെസ്, യാത്രക്കിടയിൽ എൻ്റെ കഴുത വേലിയിലെ, വേലി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേലികളിൽ. ഓക്കെ, വേലികളിലെ മുൾച്ചെടികൾ, തോൺസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, മുൾച്ചെടി, വഴിയോരത്തെ പുല്ലുകളും തിന്ന് വിശപ്പ് അടക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്? ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ് ഫോർ ദ പാസ്റ്റ് 3 days. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആര് പറയാ? ടൈല് പറയാ. മൈ സ്റ്റൊമക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ വയറ് ഉച്ചത്തിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Perhaps your highness can even hear it now. ഒരുപക്ഷെ അങ്ങയ്ക്കും അത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. I have been feeding myself with dreams of good food and drink at your royal table. എന്നിട്ട് നോക്കി ടൈൽ എന്താ പറഞ്ഞെന്നറിയാമോ? കൊട്ടാരത്തിലെ വിരുന്നുമേശയിൽ നിന്നും നല്ല പലഹാരങ്ങളും പാനീയങ്ങളും കൊണ്ട് വിശപ്പടക്കാമെന്ന് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ടൈല് പറഞ്ഞു. The Archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey?" അപ്പോൾ ആർച്ച്ഡ്യൂക്ക് എന്ത് പറഞ്ഞു? തീർച്ചയായും നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണം ഇവിടെ കിട്ടും. ആർച്ച്ഡ്യൂക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ കഴുത എവിടെ? I left him outside opposite the palace. കൊട്ടാരത്തിന് എതിർവശത്ത് മേയാൻ വിട്ടു. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർവശത്ത്. ഓക്കെ, I shall be most grateful if Jeff is looked after. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും അങ്ങ് ജെഫിനെ സംരക്ഷിക്കുകയാണെങ്കിൽ. He needs a little fodder and lodging at night, said Tile. എന്നിട്ട് എന്ത് പറഞ്ഞു? കുറച്ച് തീറ്റയും, ഫോഡർ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ, തീറ്റയും പിന്നെ രാത്രിയിൽ കിടക്കാൻ ഒരു ഷെൽട്ടർ വേണം. ഓക്കെ, അപ്പോഴെന്താ സംഭവിച്ചത്? The Archduke immediately ordered the donkey to be taken care of and he added. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു. എന്താണ് ഉത്തരവിട്ടത്? ഉടൻ തന്നെ കഴുതയെ സംരക്ഷിക്കുവാൻ ആർച്ച്ഡ്യൂക്ക് നിർദ്ദേശം കൊടുത്തു. ഓക്കെ, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. എന്നിട്ട് എന്താ പറഞ്ഞത്? തൻ്റെ മൃഗങ്ങൾക്ക് നൽകുന്ന പരിചരണം നൽകണമെന്നും അദ്ദേഹം ഉത്തരവിട്ടു. ഓക്കെ, ബിഫോർ ലോങ് സപ്പർ വാസ് സേവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. The tables were loaded with every kind of food and drink. വൈകാതെ തന്നെ, ബിഫോർ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? വൈകാതെ തന്നെ അത്താഴം വിളമ്പി. ഓക്കെ, സപ്പർ എന്ന് പറഞ്ഞാൽ അത്താഴം, ഒരു വിവാഹ സദ്യ പോലെയായിരുന്നു. നോക്കിയേ, വെഡ്ഡിങ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹ സദ്യ. ആ ടേബിൾ നിറയെ മേൽത്തരം വീഞ്ഞുകളും പാനീയങ്ങളും മേശയിൽ നിരന്നു. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. അതായത് മേൽത്തരം വീഞ്ഞുകൾ വെള്ളം പോലെ ഒഴുകി. അതുപോലെ ഇഷ്ടഭക്ഷണങ്ങൾ രാജഭൃത്യന്മാരും നന്നായി ആസ്വദിച്ചു. ഓക്കെ, The Archduke made Tile eat and drink until his stomach was about to burst. എന്നിട്ട് ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? വയറ് നിറഞ്ഞ് പൊട്ടുന്നത് വരെ ടൈലിനെ ആർച്ച്ഡ്യൂക്ക് സൽക്കരിച്ചു. ഓക്കെ, അതുപോലെ The Archduke too ate heartily. ആർച്ച്ഡ്യൂക്കും ഭക്ഷണം ആസ്വദിച്ചു. ഓക്കെ, His face was flushed with drink. അദ്ദേഹത്തിൻ്റെ മുഖം വീഞ്ഞു കുടിച്ച് ചുമന്ന് തുടുക്കുകയായിരുന്നു. ഓക്കെ, But he seemed lost in thought. ഇതിനിടയിൽ ആർച്ച്ഡ്യൂക്ക് എന്തോ ചിന്തിച്ചിരുന്നു. തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചിരുന്നു. Our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത് നോക്കിയേ. എന്തോ ചിന്തിച്ചെന്ന് പറഞ്ഞില്ലേ? എന്താ ചിന്തിച്ചത്? പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്ന് ഉച്ചത്തിൽ അദ്ദേഹം പറയുക, നമ്മുടെ ഛായാചിത്രം ചിത്രകാരൻ വരയ്ക്കണം. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഛായാചിത്രം. അങ്ങനെയായാൽ നമ്മുടെ സ്മരണ അടുത്ത തലമുറയ്ക്ക് കൈമാറി എന്നൊരു സംതൃപ്തി ഉണ്ടാകും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത തലമുറ. ഓക്കെ, we too have to take our place in history along with our noble ancestors whose portraits adorn these walls. അതായത് ഈ ചുമരുകളെ അലങ്കരിക്കുന്ന പൂർവികരുടെ ഛായാചിത്രങ്ങൾക്കൊപ്പം എൻ്റെ ഛായാചിത്രവും സ്ഥാപിച്ച് ചിത്രത്തിൽ സ്ഥാനം നേടണം. ancestors എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവികർ. ഓക്കെ, It is sad to think of death. We do not know when God will think fit to someone else. എന്താ ഇവിടെ പറയുന്നത്? എന്നിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ദുഃഖകരമാണ്. നമ്മെ എപ്പോഴാണ് ദൈവം തിരിച്ചു വിളിക്കുന്നതെന്ന് നിശ്ചയമില്ല. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. പക്ഷെ എന്തായിരുന്നാലും അതുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ ഛായാചിത്രം വരയ്ക്കണം. ടൈൽ ക്വിക്ക്ലി റിപ്ലൈഡ്. അപ്പോൾ എന്ത് പറ്റി? ടൈൽ പെട്ടെന്ന് മറുപടി പറയാം.
Your lordship's slightest wish is to me command. എന്താ പറയുന്നത്? മഹാരാജാവേ, അങ്ങയുടെ ഏതൊരു ചെറിയ ആഗ്രഹവും എനിക്കുള്ള ആജ്ഞയാണ്. All the same, I do feel rather unhappy about painting your lordship all by yourself. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങയുടെ ഛായാചിത്രം മാത്രം വരയ്ക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. Is it not terrible to think of you lordship being lonely for ever and ever? എന്നിട്ട് എന്താ പറയുന്നത്? മഹാരാജാവേ, അങ്ങ് എക്കാലവും ഏകാന്തമായി ഇരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ പേടി തോന്നുന്നില്ലേ? Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court? എന്നിട്ട് എന്തായിട്ട് അതിൽ പറയുന്നത് നോക്കിയേ. ഇവിടെ പറയാ, പ്രിയ സഹോദരി സഹോദരന്മാരെ, മഹാരാജാവിനൊപ്പം രാജ്ഞിയും തോഴിമാരും പ്രഭുക്കന്മാരും ക്യാപ്റ്റന്മാരും ഒക്കെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? A court like this has few rivals in splendor, loveliness and chivalry. എന്നിട്ട് എന്താ ടൈല് പറയുന്നത് നോക്കിയേ. സൗന്ദര്യവും ഗാംഭീര്യവുമുള്ള കൊട്ടാരത്തിൽ രാജാവിനൊപ്പം രാജ്ഞിയും നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവരായി ചിത്രീകരിക്കും. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. The archduke thought that it was a good idea. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ആർച്ച്ഡ്യൂക്ക് വിചാരിച്ചു, അത് കൊള്ളാലോ, നല്ലൊരു ഐഡിയ തന്നെ അല്ലേ? Well, my friend, your painting will be a great piece of art. ആയിക്കോട്ടെ, അതൊരു നല്ല ആശയമായി ആർച്ച്ഡ്യൂക്കിന് തോന്നി. ഓക്കെ, സുഹൃത്തെ, താങ്കൾ വരയ്ക്കുന്ന ഛായാചിത്രം ഉദാത്തമായ സൃഷ്ടിയായി മാറട്ടെ. What reward do you expect for it? അതിനെന്ത് പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്? റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം. 100 pieces of gold. You can pay me now or later, just as you please. 100 സ്വർണ്ണക്കട്ടികൾ. ഓക്കെ, ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ താങ്കൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നാൽ മതി. ആര് പറഞ്ഞു? ടൈല് പറയാ. Here are the 100 pieces of gold in advance, said the archduke, giving him the gold. അപ്പോൾ എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്ക് 100 സ്വർണ്ണക്കട്ടികൾ ആർക്ക് കൊടുത്തു? ടൈലിന് കൊടുത്തു. എന്നിട്ട് പറയാ, ഇതാ 100 സ്വർണ്ണക്കട്ടികൾ. മുൻകൂട്ടി സ്വർണ്ണക്കട്ടികൾ കൈമാറിക്കൊണ്ട് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, My lord, you are the most generous of masters. You have filled my lamp with oil. It will forever burn in your honor. എന്നിട്ട് ഇത് കിട്ടിയപ്പോൾ നമ്മളുടെ ടൈൽ എന്താ പറഞ്ഞത്? പ്രഭു, അങ്ങ് ഏറ്റവും വലിയ ദാനശീലനാണ്. ഓക്കെ, ജനറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനശീലനാണ്. എൻ്റെ വിളക്കിൽ എണ്ണ പകർന്നു, അങ്ങയോടുള്ള നന്ദിയോടെ അതെന്നും പ്രകാശിക്കും എന്ന് ടൈൽ പറഞ്ഞു. ഓക്കെ, The next day, Tile asked the archduke to allow him to see all the courtiers who were to be painted along with him. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോൾ ടൈൽ എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്കിനോട് പറയുക, എനിക്കിവിടെ രാജസദസ്സിലുള്ള എല്ലാവരെയും കാണണം, ഈ ചിത്രം വരയ്ക്കണമെങ്കിൽ എനിക്ക് എല്ലാവരെയും കാണണം. അങ്ങനെ എന്ത് ചെയ്തു? രാജാവ് എല്ലാവരെയും വരാൻ ഓർഡർ ചെയ്തു, ആജ്ഞാപിച്ചു. They came and saw him one by one. അങ്ങനെ ഓരോരുത്തരായി ആരുടെ മുൻപിൽ വന്നു? ടൈലിൻ്റെ മുൻപിൽ വന്നു. The first to come was the commander-in-chief of the army. ആദ്യമായിട്ട് ആരായിരുന്നു വന്നത്? അവിടുത്തെ സൈനിക മേധാവിയാണ് ആദ്യം വന്നത്. ഓക്കെ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ കാണാൻ? He was a short, fat, bald man with an enormous sponge. യെസ്, അദ്ദേഹം ഷോർട്ടായിരുന്നു, ഹൈറ്റ് കുറഞ്ഞ, നല്ല വണ്ണമുള്ള, ഫാറ്റ് എന്ന് പറഞ്ഞാൽ വണ്ണമുള്ള കഷണ്ടി ആയിട്ടുള്ള ഒരാളാണ്. വലിയ കുടവയറൊക്കെ ഉണ്ട്. ഓക്കെ, ബാൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടി, എനോർമസ് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ കുടവയറൊക്കെ ഉള്ള ഒരാളായിരുന്നു. He whispered in Tile's ears. എന്നിട്ട് ടൈലിൻ്റെ ചെവിയിൽ എന്തോ ഒന്ന് ശബ്ദം കുറച്ച് പതിയെ പറഞ്ഞു. When you paint my picture, remember, you are to make me look handsome. എന്താ പറഞ്ഞത്? നീ എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഓർക്കണം, നല്ല സുന്ദരനായി വേണം എന്നെ വരയ്ക്കാൻ. If you do not make my stomach look flat, I will have you hanged. Remember, I was once a very handsome soldier. എന്നിട്ട് എന്താ ആ ഭടൻ പറഞ്ഞത്? ഒരിക്കൽ ഞാൻ സുന്ദരനായ ഭടനായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് എൻ്റെ ചിത്രം നല്ല ഈ കുടവയറൊക്കെ മാറ്റി സുന്ദരനായി വേണം എന്നെ വരയ്ക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ തൂക്കിക്കളയും. ഹാങ്ഡ് എന്ന് പറഞ്ഞത് തൂക്കിലേറ്റുക. ഓക്കെ, അതിനുശേഷം നോക്കി ഒരു എൽഡർലി ലേഡിയാണ് വന്നത്, അതായത് ഒരു പ്രായം ചെന്ന സ്ത്രീ. An elderly lady came next. She had a large hump on her back. ഈ പ്രായം ചെന്ന സ്ത്രീയുടെ മുതുകത്ത് എന്തുണ്ടായിരുന്നു? ഒരു വലിയ മുഴയുണ്ടായിരുന്നു. ഓക്കെ, Sir Painter, she said softly, make me look young and beautiful. എന്നിട്ട് ഈ ടൈലിനോട് പതിയെ ശബ്ദത്തിൽ പറയുക, എന്നെ എങ്ങനെ വരയ്ക്കണം? നല്ല യങ് ആയിട്ട്, അതായത് ചെറുപ്പക്കാരിയായി നല്ല സുന്ദരിയായിട്ട് വേണം എന്നെ വരയ്ക്കാൻ. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces.
അതായത് എനിക്ക് എന്തൊക്കെ കുറവുകളാണ് ഉള്ളത് അതെല്ലാം നികത്തി വേണം ചിത്രം വരയ്ക്കാൻ. ഓക്കെ, ആ എൻ്റെ മുതുകത്തുള്ള മുഴയെല്ലാം മാറ്റണം, നല്ല സുന്ദരിയായി വേണം എന്നെ വരയ്ക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ഓരോ കഷ്ണങ്ങളായി മുറിക്കും, വെട്ടി മുറിക്കും എന്നാണ് പറയുന്നത്. കണ്ടോ? എ യങ് ലേഡി ഹു വാസ് കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ് കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. അടുത്തതായിട്ട് ആര് വന്നു? യെസ്, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വന്നത്. അതായത് രാജ്ഞിയുടെ സഹപ്രവർത്തകയായ ഒരു യുവതിയാണ് പിന്നീട് വന്നത്. ഓക്കെ, അവൾ കാണാൻ എങ്ങനെയാണ്? നല്ല സുന്ദരിയായിരുന്നു. ഓക്കെ, ഷി വാസ് യങ് ആൻഡ് പ്രിറ്റി ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. കാണാൻ നല്ല സുന്ദരിയൊക്കെയായിരുന്നു, പക്ഷേ ഒരു അപകടത്തിൽപ്പെട്ട് മുൻനിരയിലെ 3 പല്ലുകൾ അവർക്ക് നഷ്ടമായിരുന്നു. ഓക്കെ, ഷി വാണ്ട് ടൈൽ ദാറ്റ് ഇഫ് in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have cut him into small bits by her lover. അപ്പം ഇവളെന്ത് പറഞ്ഞു? ഇവള് ടൈലിനോട് പറയുക എന്താ, എന്നെ വരയ്ക്കുമ്പോൾ എനിക്ക് ആ പല്ലൊക്കെ വെച്ച് എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേണം എന്നെ വരയ്ക്കാൻ, അല്ലെങ്കിൽ നീ അങ്ങനെ വരച്ചില്ലെങ്കിൽ എൻ്റെ ലവർ നിന്നെ വെട്ടും, എന്നെ ചെറിയ പീസുകളായിട്ട് മുറിക്കും എന്ന് ആര് പറഞ്ഞു? അവൾ പറയാം. ഷീ പോയിന്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. എന്നിട്ട് ആർക്ക് നേരെ വിരൽ ചൂണ്ടിയത്, പോയിന്റ് ചെയ്തത്? ആ കാവൽക്കാരുടെ ക്യാപ്റ്റന് നേരെ വിരൽ ചൂണ്ടി. ഓക്കെ, സിമിലർ റിക്വസ്റ്റ് ആൻഡ് ത്രെറ്റ്സ് കണ്ടിന്യൂഡ് അൺടിൽ ഹി ഹാഡ് ഫിനിഷ് വിത്ത് ദ ലാസ്റ്റ് ഓഫ് ദ കോർട്ടിയേഴ്സ്. ഇതുപോലുള്ള ഭീഷണികൾ അവസാന ആളുകൾ വരെ നീണ്ടു നിന്നു. ഓരോരുത്തരും വരുന്നവർക്ക് എന്തുണ്ടായിരുന്നു? ഇങ്ങനെ ഓരോ ഭീഷണികളും ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail." ഏറ്റവും അവസാനം ആര് വന്നു? നമ്മളുടെ ആർച്ച്ഡ്യൂക്ക് വന്നിട്ട് പറയാം. ആർച്ച്ഡ്യൂക്ക് എന്ത് പറഞ്ഞു? നിന്റെ ഛായാചിത്രം വളരെ പരിപൂർണത ആയിരിക്കണം. ഓക്കെ, മൈ ഡിയർ ഫെല്ലോ, ഐ വാണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. യു ആർ ടു പെയിൻറ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. അതായത് എല്ലാവരെയും അവരെ നേരിട്ട് കാണുന്നത് പോലെ യാതൊരു മാറ്റവും ഇല്ലാതെ വേണം നീ വരയ്ക്കാൻ. ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, എ പിമ്പിൾ ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു മറുകോ ഒരു രോമമോ അല്ലെങ്കിൽ നരച്ച മുടിയോ നീ ഒഴിവാക്കുവാണെങ്കിൽ പന്നിയെ കൊല്ലുന്ന പോലെ ഞാൻ നിന്നെ കൊല്ലും. പിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പന്നി. മോൾ എന്ന് പറയുമ്പോൾ എന്താണ്? മറുക്. ഓക്കെ, പിമ്പിൾ എന്ന് പറയുമ്പോൾ മുഖക്കുരു. ഗ്രേ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നരച്ച മുടി. Tile coolly thought things over and said by himself, "If I paint this picture, I shall certainly be killed." അപ്പോൾ ടൈൽ ഇതെല്ലാം കേട്ട് അപ്പോൾ ടൈലിന് എന്ത് മനസ്സിലായി? ഈ ചിത്രം വരയ്ക്കുവാണെങ്കിൽ അവൻ്റെ മരണം ഉറപ്പാണെന്ന് ആർക്ക് മനസ്സിലായി? ടൈലിന് മനസ്സിലായി. What am I to do? ഇനി ഞാൻ എന്ത് ചെയ്യും? Perhaps it is wiser not to paint this picture at all. ഈ ചിത്രം വരയ്ക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധിപൂർവമായ തീരുമാനം. ആര് മനസ്സിൽ ചിന്തിച്ചു? ടൈല് ചിന്തിച്ചു. The following day he asked the Archduke for the hall where he was to paint the picture. അടുത്ത ദിവസം ആയപ്പോൾ ടൈൽ എന്ത് പറഞ്ഞു? എനിക്കൊരു വലിയ ഹാള് വേണം ഈ പിക്ചർ വരയ്ക്കാൻ. He was shown a large room with bare walls. അങ്ങനെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ശൂന്യമായ ചുമരുകളുള്ള ഒരു വലിയ ഹാള് കാണിച്ചു കൊടുത്തു. Tile asked for thick curtains to be hung on the walls. ടൈൽ എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്ക് വലിയ കർട്ടനുകൾ വേണം, വലിയ വിരി വേണമെന്ന് പറഞ്ഞു. എവിടെ? ഭിത്തിയിൽ തൂക്കാൻ. He wanted his painting to be protected from the flies and the dust. അത് എന്തിനാ അങ്ങനെ വേണമെന്ന് പറഞ്ഞത്? ഈച്ചകളും പൊടികളും ഒന്നും വരാതിരിക്കാനാണ് ചുമരുകളിൽ കട്ടിയുള്ള വിരി തൂക്കാൻ ടൈൽ ആവശ്യപ്പെട്ടത്. ഓക്കെ, He also asked for 3 assistants to help in mixing colors. എന്നിട്ട് ടൈൽ എന്താ ആവശ്യപ്പെട്ടു? 3 സഹായികളെ വേണം. എന്തിനാ? ഈ കളറുകളൊക്കെ മിക്സ് ചെയ്യാൻ 3 പേരെ വേണമെന്ന് ആവശ്യപ്പെട്ടു. The Archduke gave him all that he asked for. അവൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും, അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ആര് ചെയ്തു കൊടുത്തു? ആർച്ച്ഡ്യൂക്ക് ചെയ്തു കൊടുത്തു. For 30 days, Tile and his assistants feasted themselves on the choicest dishes and drank the finest wines. അങ്ങനെ 30 ദിവസം ടൈലും അവൻ്റെ സഹായികളും ഇഷ്ടമുള്ള ആഹാരമെല്ലാം മുന്തിയതരം വീഞ്ഞുകളും എല്ലാം കഴിച്ച് കുടിച്ചു. ഓക്കെ, On the 31st day, the Archduke thrust his nose in through the door and said, "It is time that you finish the painting and I am eager to see it. Is it ready?" 31ാമത്തെ ദിവസമായപ്പോൾ ആര് വന്നു? ആർച്ച്ഡ്യൂക്ക് വാതിൽ തുറന്ന് തല നീട്ടി ചോദിക്കുവാൻ, ചിത്രം പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് ചിത്രം കാണാൻ തിടുക്കമായി. ചിത്രം പൂർത്തിയായോ? ആര് ചോദിച്ചു? ആർച്ച്ഡ്യൂക്ക് ചോദിച്ചു. Tile said that the picture was being completed and that he needed some more days to finish it. ടൈല് പറയാം, പിക്ചർ പൂർത്തിയാക്കി, പക്ഷെ ഇനി കുറച്ച് ദിവസം കൂടി വേണം, അതിൻ്റെ ചെറിയ പണികൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. The delay of a week or 2 did not matter, he said. ആർച്ച്ഡ്യൂക്ക് എന്താ പറഞ്ഞത്? ചിത്രം പൂർത്തിയാക്കുവാൻ 1 ആഴ്ച 2 ആഴ്ചയോ കാത്തിരിക്കുന്നതിൽ തയ്യാറാണെന്ന് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു.
Tile and his companions continued their merrymaking for another fortnight. അങ്ങനെ ടൈലും സഹായികളും 2 ആഴ്ച കൂടി തിന്നും കുടിച്ച് ആഘോഷം തുടർന്നു. ഫോർട്ട് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച. ഓക്കെ. On the 45th day, once again the Archduke poked his nose in through the door. അങ്ങനെ 45-ാമത്തെ ദിവസമായപ്പോഴ് വീണ്ടും ആര് വന്നു? ആർച്ച് ഡ്യൂക്ക്. യെസ്, വാതിൽ തുറന്ന് തലനീട്ടി ചോദിക്കുക. Isn't it time that the picture was completed? സമയമായില്ലേ? ആ ചിത്രം ഇതുവരെയും പൂർത്തിയായില്ലേ എന്നാര് ചോദിച്ചു? ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു. Tile said that the portrait was being given the finishing touches. ടൈല് പറഞ്ഞു, അവസാനത്തെ മിനുക്ക് പണികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. He begged for some more time. ഇനി അല്പസമയം കൂടി, അല്പ ദിവസം കൂടി തന്നാൽ എൻ്റെ ചെറിയ പണികളെല്ലാം തീരും. The Archduke said that his delay did not matter so long as did an excellent job. അതായത് നല്ല രീതിയിലാണ് വരയ്ക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയാണെന്ന് അറിയാം. അപ്പം നല്ല രീതിയിൽ വരച്ച് അതിൻ്റെ പൂർത്തിയാക്കാനാണെങ്കിൽ ഓക്കെ, സാരമില്ല, നീ 2 ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഹി ആഡഡ്, പക്ഷെ അവൻ വീണ്ടും പറയാം, യു ഷുഡ് either complete the picture within 15 days or you should know me the unfinished picture now. എന്നിട്ട് എന്ത് പറഞ്ഞു? ആർച്ച് ഡ്യൂക്ക് പറയുക, ഒന്നെങ്കിൽ നീ എനിക്കിപ്പം പൂർത്തിയാക്കാത്ത പിക്ചർ കാണിക്കണം, അല്ലെങ്കിൽ നീ 15 ദിവസത്തിനാവും നീ അത് പൂർത്തിയാക്കിയിട്ട് എന്നെ കാണിച്ചേ പറ്റുള്ളൂ. Tile promised to complete the picture within 50 days, saying that only a few minor details remained to be filled in. ടൈല് പ്രോമിസ് ചെയ്ത്, ടൈൽ എന്ത് പറഞ്ഞ് വാക്ക് കൊടുത്തു, ഞാൻ 15 ദിവസത്തിനാവും യെസ് പണി പൂർത്തിയാക്കി ചിത്രം കാണിക്കാൻ, കാരണം ചെറിയ വർക്കുകളേ ഉള്ളൂ, അത് സുഖമായിട്ട് തീരും എന്നാര് പറഞ്ഞു? ടൈല് പറഞ്ഞു. Should your lordship see the painting now? You should not be satisfied with it, he said. എന്നിട്ട് ടൈല് പറയാം, ഇപ്പം ഞാൻ രാജാവിനെ പെയിൻറ്റിങ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യെസ് അങ്ങ് തൃപ്തനാവുകയില്ല. കാരണം എന്താ? കാരണം ഈ വർക്ക് പൂർത്തിയാക്കാത്തതുകൊണ്ട് അങ്ങക്ക് ഇത് ഇഷ്ടപ്പെടുത്തില്ല. ടൈൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് എൻജോയ് ദംസെൽസ് ഫോർ യെറ്റ് അനദർ ഫോർട്ട്നൈറ്റ്. അങ്ങനെ വീണ്ടും യെസ് 2 ആഴ്ച ആരടിച്ചു പൊളിച്ചു? ടൈലും അവൻ്റെ സഹായികളും. On the 60th morning, the Archduke forced his way into the room and said, I must see the picture at once. 16-ാമത്തെ ദിവസമായപ്പോൾ എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്ക് മുറിയിലേക്ക് കടന്നു വന്നിട്ട് പറയുക, എനിക്കിപ്പം ഈ ചിത്രം കാണണം. Where is the picture? Draw those curtain apart. എനിക്ക് ആ പിക്ചർ കാണാം, എവിടെയത്? ഈ വിരികൾ മാറ്റൂ എന്ന് പറഞ്ഞു. The picture is ready, my lord, announced Tile. ആ ചിത്രം റെഡിയാണ്. ആര് പറഞ്ഞു? ടൈല് പറഞ്ഞു. Then why don't you draw the curtains? What's the matter? The Archduke asked. എന്നാൽ പിന്നെ എന്താ നീ വിരികളൊക്കെ മാറ്റാത്തത്? എനിക്ക് കാണണം. അപ്പോൾ എന്ത് പറഞ്ഞു? I want you to grant me one last favor, said Tile. ടൈല് പറയും, എൻ്റെ അവസാനത്തെ അപേക്ഷ അങ്ങൊന്ന് കേൾക്കണം. Please order all the courtiers assembled in his room. When they are here, I want to say a few words to them and then I will draw the curtains. അപ്പോൾ ടൈൽ എന്ത് പറഞ്ഞു? അങ്ങ് ദയവീത് ആജ്ഞാപിക്കണം, എല്ലാവരും രാജ്യസദസ്സിലുള്ള എല്ലാവരും യെസ് ഇപ്പോഴീ മുറിയിൽ വരുമ്പോൾ ഞാനിത് കാണിക്കുന്നതായിരിക്കും, എനിക്ക് അവരോടെല്ലാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. The Archduke ordered all the courtiers to assemble in the hall. Archduke എന്ത് ചെയ്തു? ഹാളിൽ എല്ലാവരും വരാൻ ടൈൽ അഡ്രസ് ചെയ്യും. അങ്ങനെ അവരെല്ലാം വന്നപ്പോൾ ടൈൽ അവരോട് പറയാം, My lord, ladies and gentlemen, the picture is ready. എൻ്റെ രാജാവേ, സഹോദരി സഹോദരന്മാരെ, ഈ പിക്ചർ റെഡിയാണ്. You will now be able, as I draw the curtains, to see how well I have done my work. ഞാൻ ഈ കർട്ടൻ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ എത്ര നല്ല രീതിയിലാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നതെന്ന്. ബട്ട് ഐ മസ്റ്റ് വാൺ യു ദാറ്റ് ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. പക്ഷെ ആദ്യം തന്നെ ഞാനൊരു മുന്നറിയിപ്പ് തരിക, ഈ ചിത്രത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. Only those among you who have noble blood in your veins will be able to see this painting. അതായത് യെസ് നിങ്ങളുടെ രക്തം രാജരക്തമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചിത്രം കാണാൻ കഴിയത്തുള്ളൂ. ശുദ്ധിയുള്ള രാജരക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം കാണാൻ കഴിയത്തുള്ളൂ. All the rest, whatever their rank or position, will see nothing but a blank wall. മറ്റുള്ളവർ ഏത് പൊസിഷനിലായാലും എന്ത് സ്ഥാനത്തുള്ളവരായാലും നിങ്ങൾക്ക് ആർക്കും ആ ചിത്രം കാണാൻ കഴിയത്തില്ല. Now I will draw the curtains. Tile flung the curtains aside. ഇത്രയും പറഞ്ഞിട്ട് ടൈൽ എന്ത് ചെയ്തു? ഞാനിപ്പോൾ കർട്ടൻ നീക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ടൈൽ ആ കർട്ടൻ മാറ്റി. The courtiers outdid one another in showing their admiration for the picture. കർട്ടൻ മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? യെസ് അവിടെ ഉള്ളവരൊക്കെ എന്ത് പറഞ്ഞു? ആ സദസ്സിലൊക്കെ ഓരോരുത്തരായി ചിത്രത്തെ പ്രകീർണിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറയുമോ, They praised Tile for his splendid painting. ഉദാത്തമായ ചിത്രം എന്നവർ വാഴ്ത്തി ടൈലിനെ അഡ്മയർ ചെയ്തു. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintance. കൂട്ടുകാരെയും സഹപ്രവർത്തകരെയൊക്കെ ചിത്രം കാണിച്ചു. ഓക്കെ, അപ്പോഴാണ് എന്ത് പറ്റിയത്? All of a sudden, പെട്ടെന്ന്
The Duke's jester leaped into the air and shouted. ആർച്ച് ഡ്യൂക്കിന്റെ വിദൂഷകൻ കടന്നു വന്നു. ഉച്ചത്തിൽ പറയും. എന്താ ഷൗട്ട് ചെയ്തത്? All of you know that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall. എന്നിട്ട് എന്താ പറയുന്നത്? എൻ്റെ സിരകളിൽ രക്തമില്ല, ഞാൻ മണ്ടനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ശൂന്യമായ ചുമരുകളല്ലാതെ ചിത്രം കാണാൻ കഴിയുന്നില്ല എന്ന് ആര് പറഞ്ഞു? ആർച്ച് ഡ്യൂക്കിന്റെ വിദൂഷകൻ പറഞ്ഞു. ഓക്കെ. When fools begin to talk, observe Tile. It's time for wise men to walk. ഈ മണ്ടന്മാരൊക്കെ സംസാരിക്കുവാൻ തുടങ്ങുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ടൈൽ എന്ത് ചെയ്തു? പതുക്കെ അവിടുന്ന് നീങ്ങി. He calmly strode out of the hall and rode away on the donkey. അവൻ പതിയെ മിണ്ടാതെ കഴുതപ്പുറത്ത് കയറി പോകാൻ തുടങ്ങി. The feathers in his cap danced in the gentle breeze. അങ്ങനെ അവൻ കഴുതപ്പുറത്ത് കയറി ഓടിച്ചു പോയപ്പോഴാണ് അവൻ്റെ തലയിലെ തൊപ്പിയുടെ തൂവലുകൾ കാറ്റത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പിക്ചർ. ഓക്കെ, അപ്പോൾ കൊള്ളായിരുന്നു അല്ലേ? ആ കലയെ കാണിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ഈ സ്റ്റോറിയിൽ നമ്മൾ എന്താ കണ്ടത്? അവൻ എങ്ങനെയാണ് ബുദ്ധി ഉപയോഗിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അല്ലേ? അവൻ ശരിക്കും ചിത്രം വരച്ചായിരുന്നോ? വരച്ചിട്ടില്ലായിരുന്നു അല്ലേ? പക്ഷേ വരച്ചിരുന്നെങ്കിൽ അവനെ ഒന്നുകിൽ രാജാവ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊല്ലുമായിരുന്നു അല്ലേ? അപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നമ്മളൊരു സ്റ്റോറി കണ്ടു അല്ലേ? അപ്പം നിങ്ങൾ ഈ സ്റ്റോറി ഒന്ന് മൊത്തത്തിൽ വായിക്കണം കേട്ടോ. സ്റ്റോറി എല്ലാം വായിച്ചിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. എളുപ്പമാണ്, ഈസി ആയിട്ടുള്ള ചോദ്യോത്തരമാണ്, തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ നെക്സ്റ്റ് എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഒപ്പം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.